ഇനി സ്പീക്കറുടെ റോളിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭയിൽ നമുക്ക് കാണാൻ കഴിയുക. അദ്ദേഹം ഏറെ വർഷങ്ങൾ കോട്ടയം ജില്ലയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തിയതാണ്. മന്ത്രിയായിട്ടുണ്ട്, ആഭ്യന്തരമന്ത്രിയായിരുന്നു, പ്രഗത്ഭനായ നിയമസഭാ സാമാജികൻ എന്ന രീതിയിൽ പേരെടുത്ത അംഗം കൂടിയാണ് അദ്ദേഹം. 16ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. UDFന്റെ മുഴുവൻ വോട്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചു. 102 വോട്ടുകളാണ് ലഭിക്കേണ്ടത്. അതിൽ പ്രോട്ടം സ്പീക്കറായി G. സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. അത് അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രൊസീഡിംഗ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ VD സതീശൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. പതിനാറാം കേരള നിയമസഭയുടെ സഭാനാഥനായി പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, എൻ്റെ പ്രിയങ്കരനായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്ഥാനമേറ്റിരിക്കുക. അദ്ദേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ നേരുന്നു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം കേരള നിയമസഭയിലെ അംഗമായി പ്രവർത്തിച്ച ഏറ്റവും സീനിയറായ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. നിയമസഭാ സാമാജികനാണ്. 1991 മുതൽ 2011 വരെ അടൂർ നിയോജക മണ്ഡലത്തെയും നിയമസഭ ഡീലിമിറ്റേഷന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്വന്തം സാമ്രാജ്യമായ കോട്ടയം നിയോജക മണ്ഡലത്തെയും ഈ നിയമസഭയിൽ പ്രതിനിധീകരിക്കാൻ അവസരം അദ്ദേഹത്തിനുണ്ടായി. ഒരു നിയമസഭാ സാമാജികൻ എങ്ങനെയാണ് നിയോജകമണ്ഡലത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയായിരുന്നു ഞങ്ങൾക്കെല്ലാം അദ്ദേഹം. ഞങ്ങളെല്ലാം നിയമസഭാ സാമാജികരായി ഈ സഭയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടും സാധാരണക്കാരോടും എല്ലാ വിഭാഗം ജനങ്ങളോടും അവരുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഞങ്ങളുടെ എല്ലാം മോഡൽ അദ്ദേഹമായിരുന്നു എന്ന് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 5 ദിവസം ഒരാഴ്ചയിൽ സമ്മേളനം നടക്കുമ്പോൾ മിക്കവാറും ആ 5 ദിവസവും അടൂരിലായിരുന്നപ്പോൾ വൈകുന്നേരമാകുമ്പോൾ അടൂരിലേക്കും, കോട്ടയത്താവുമ്പോൾ കോട്ടയത്തേക്കും അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്യുമായിരുന്നു. നമ്മളൊക്കെ പല നിയമസഭാംഗങ്ങളും അത് സമ്മേളനം കഴിഞ്ഞാൽ വെള്ളിയാഴ്ച മാത്രം നിയോജക മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം മിക്കവാറും ദിവസം ചെറിയ ചടങ്ങുകളാണെങ്കിലും അതിൽ പങ്കെടുക്കാൻ സ്വന്തം നിയോജക മണ്ഡലത്തിലേക്ക് പോയി രാത്രി 1 മണിക്കും 2 മണിക്കും തിരിച്ചു വന്ന് ഉറങ്ങുന്ന ഒരാളായിരുന്നു. രാവിലെ നിയമസഭയിൽ കൃത്യമായി എല്ലാ ദിവസവും നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചെയറിൽ അദ്ദേഹം ഉണ്ടാകും. അപ്പോൾ നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് നിയമസഭയ്ക്കകത്തും പുറത്തും നിയോജക മണ്ഡലത്തിലും ഒരുപോലെ പൂർണ്ണമായ അർപ്പണബോധത്തോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ ഒരു അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയറായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നോക്കിക്കണ്ടതിൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളും എല്ലാവരുമായി പങ്കുവയ്ക്കുന്നത്. മന്ത്രിയായിരുന്ന സമയത്ത്, മന്ത്രിയാകാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 17 വകുപ്പുകൾ അദ്ദേഹം ഭരിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ 17 വകുപ്പുകളുടെ മന്ത്രിയായി അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. എല്ലാ വകുപ്പുകളെക്കുറിച്ചും കൃത്യമായ ഗ്രാഹ്യവും അവിടെ എന്ത് ചെയ്യണമെന്നുള്ള വിഷനും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഓരോ വകുപ്പിലെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി നിരന്തരമായ യോഗങ്ങൾ നടത്തി ജനഹിതമനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹം ഒരു ഭരണതന്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഏതവസരം കിട്ടിയാലും ഞങ്ങളെല്ലാം കോളേജിൽ പഠിക്കുമ്പോൾ തീപ്പൊരിയായ യുവജന നേതാവായിരുന്നു അദ്ദേഹം. തീപ്പൊരിയായ യുവജന നേതാവ്, വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നടത്തിയിട്ടുള്ള, ഈ കേരളം മുഴുവൻ യാത്ര ചെയ്ത്, കേരളത്തിലെ മുക്കിലും മൂലയിലും യാത്ര ചെയ്ത്, നിരവധി പ്രാവശ്യം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പദയാത്രകൾ നടത്തി അദ്ദേഹം കേരളത്തിലെ യുവജന രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അദ്ദേഹം നേതൃത്വം കൊടുത്ത വലിയൊരു പദയാത്രയിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിച്ചത് ഞാൻ ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഓർക്കുന്നു. അത്രയും ശ്രദ്ധേയനായ യുവജന വിദ്യാർത്ഥി രംഗത്തെ നേതാവായിരുന്നു അദ്ദേഹം. സർവകലാശാല യൂണിയൻ ചെയർമാൻ, കേരള സർവകലാശാലയുടെ ആദ്യകാലത്തെ യൂണിയൻ ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ വളരെ ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യവും ജനപ്രതിനിധി എന്നുള്ള പരിചയവും ഭരണപരിചയവും എല്ലാം കൊണ്ടാണ് ഈ വലിയ പവിത്രമായ ഒരു സ്ഥാനത്തേക്ക്, ഈ 16ാം കേരള നിയമസഭയുടെ സഭാനാഥൻ
എന്നുള്ള ഒരു വലിയ സവിശേഷമായ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. ഞാൻ ഒരിക്കൽ കൂടി നമുക്കെല്ലാവർക്കും വേണ്ടി, ഈ സഭയ്ക്ക് എല്ലാവർക്കും വേണ്ടി, സഭയിലെ മുഴുവൻ അംഗങ്ങൾക്ക് വേണ്ടി, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.